നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പ്രഹസനമായ CBSE പുനർമൂല്യനിർണ്ണയവും സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയ പശ്ചാത്തലത്തിൽ മൂന്നാം മോദി മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിച്ചേക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സീഷെൽസിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 29 തിരിച്ചെത്തിയാൽ ഉടൻ പുനഃസംഘടന പ്രതീക്ഷിക്കാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 16 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കി പൊതു സ്വീകാര്യതയുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിശ്രമം അനുവദിക്കണമെന്ന നിർമ്മല സീതാരാമന്റെ അഭ്യർത്ഥനയും BJP നേതൃത്വത്തിന് മുന്നിലുണ്ട്. ധനമന്ത്രിയായി മുൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വന്നേക്കും. 2025 ഒക്ടോബർ മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. എപ്സ്റ്റീൻ ഫയൽ വിവാദങ്ങളിൽ കുടുങ്ങിയ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും ഒഴിവാക്കിയേക്കും. സിഖ് സമുദായത്തിൽപ്പെട്ട ഹർദീപ് സിംഗ് പുരിയെ മാറ്റിയാൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ നിന്നുള്ള ഒരാൾക്ക് അവസരം ലഭിച്ചേക്കാം. റെയിൽവേ സഹമന്ത്രിയായ രവ്നീത് സിംഗ് ബിട്ടുവിന്റെ രാജ്യസഭാംഗത്വം പുതുക്കാത്തതിനാൽ അദ്ദേഹത്തിന് പഞ്ചാബിലേക്ക് മടങ്ങേണ്ടി വരും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ റോൾ ലഭിച്ചേക്കും. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്രയെ ഡൽഹി BJP അധ്യക്ഷനായും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയെ ഉത്തർപ്രദേശ് അധ്യക്ഷനുമാക്കിയിരുന്നു. ഈ വകുപ്പുകളിൽ പുതിയവർ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഉത്തർപ്രദേശിന് മികച്ച പ്രാതിനിധ്യം ലഭിച്ചേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യാഴാഴ്ച രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടൻ നടക്കുമെന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. ആം ആദ്മിയിൽ നിന്ന് 7 എംപിമാരുടെ കൂറുമാറ്റത്തിന് ചുക്കാൻ പിടിച്ച രാഘവ് ഷത്ത നിലവിൽ രാജ്യസഭാംഗമായ JDU നേതാവ് മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറുടെ ശിവസേനയിൽ നിന്ന് 6 എംപിമാരെ ചാടിക്കാൻ നേതൃത്വം നൽകിയതിനുള്ള ഉപഹാരമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ലോക്സഭാ MP ശ്രീകാന്ത് ഷിൻഡെ, തൃണമൂൽ വിട്ട് സുഖേന്ദു ശേഖർ റായ് തുടങ്ങിയവർക്കും അവസരം ലഭിക്കുമെന്നാണ് സൂചന. തൃണമൂൽ വിട്ട് NCPIയിൽ ലയിച്ച തൃണമൂൽ എംപിമാരും മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിലും പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രശംസിച്ചും ഇന്ത്യയെ അറിവിന്റെയും പഠനത്തിന്റെയും നവീകരണത്തിന്റെയും ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിൽ അതിനുള്ള പങ്ക് എടുത്തു പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ധർമ്മേന്ദ്ര പ്രധാന് ജന്മദിനാശംസകൾ നേർന്നു. എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞത്, കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ജിക്ക് ജന്മദിനാശംസകൾ. ഇന്ത്യയെ അറിവിന്റെയും പഠനത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രമാക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായി അദ്ദേഹം പ്രശംസനീയമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഊഷ്മളമായ ആശംസകളിലും അനുഗ്രഹങ്ങളും ഞാൻ അതീവ നന്ദിയുള്ളവനാണ്. അങ്ങനെയുള്ള ദൂരക്കാഴ്ചയുള്ള നേതൃത്വവും രാഷ്ട്ര നിർമ്മാണത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും നിരന്തരമായ പ്രോത്സാഹനവും ജനങ്ങളുടെയും രാജ്യത്തിന്റെയും സേവനത്തിനായി അശ്രാന്തം പരിശ്രമിക്കാൻ ഞങ്ങളെ തുടർന്നും പ്രചോദിപ്പിക്കുന്നു എന്നും ധർമ്മേന്ദ്ര പ്രധാൻ തിരിച്ച് പ്രതികരിച്ചിരുന്നു. അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനും സ്നേഹത്തിനും ഞാൻ യഥാർത്ഥത്തിൽ കൃതജ്ഞനാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജി, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കും ദയ നിറഞ്ഞ വാക്കുകൾക്കും നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ പരിഷ്കരിക്കാനും രാജ്യത്തെ വിജ്ഞാനശക്തിയെ മാറ്റാനുമുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ ശ്രമങ്ങളെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രശംസിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവരും കേന്ദ്രമന്ത്രിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേർന്ന ആശംസകൾ അറിയിച്ചു. നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രിയായും ധർമ്മേന്ദ്ര പ്രധാൻ സേവനമനുഷ്ഠിക്കുന്നു. മുതിർന്ന BJP നേതാവായ അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൽ നിരവധി സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1969 ജൂൺ 26 ഒഡീഷയിലെ താൽച്ചറിൽ മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാനിന്റെ മകനായാണ് അദ്ദേഹം ജനിച്ചത്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2000 ഒഡീഷ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹം. 2014 പൊതുതിരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയത്തിന് ശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായി. 2017 സെപ്റ്റംബറിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന ബഹുമതിയും സ്വന്തമാക്കി. ഇതിനുശേഷമാണ് 2021 ജൂലൈയിലെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.